ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. തീർച്ചയായും ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു പോയിന്റെങ്കിലും ഗുണമാവും എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ കാണണം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ITR ആണ്. ITR എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഫയലിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട്, ആരൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്, എന്തിനാണ് ഫയൽ ചെയ്യേണ്ടത്, ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്, ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ITRനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇൻകം ടാക്സ്. അപ്പം എന്താണ് ഇൻകം ടാക്സ്? ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു വരുമാനം, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ വരുമാനത്തിന് ആ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുക സർക്കാരിലേക്ക് നമ്മൾ അടയ്ക്കണം. ആ തുകയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഈ ഇൻകം ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അത് ഏകദേശം മൂന്ന് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് TDS, 2 അഡ്വാൻസ് ടാക്സ്, 3 സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. അങ്ങനെ 3 രീതിയിലാണ് ഇൻകം ടാക്സ് നമ്മൾ സർക്കാരിലേക്ക് പോകുന്നത്. അപ്പം ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. TDS എന്ന് പറഞ്ഞാൽ എന്താ? TDS എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുമാനം എത്തുന്നതിന് മുമ്പേ തന്നെ സർക്കാരിലേക്ക് ടാക്സ് പോകുന്നു. അതിനെയാണ് TDS എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഈ TDS അങ്ങനെ പോകുന്നത്? ഒന്നെന്ന് പറയുന്നത് സാലറീഡ് ആയിട്ടുള്ള ജോലിക്കാരുടെ കയ്യിൽ നിന്ന്, മാസം സാലറി വാങ്ങിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് മേടിക്കുന്നവരുടെ കയ്യിൽ നിന്ന്, അതുപോലെ ചില കേസിൽ റെൻ്റൽ വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട് കേട്ടോ, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ബാങ്കിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഇൻട്രസ്റ്റിൽ TDS ഉണ്ടാവും എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു എമൗണ്ട് നിങ്ങൾ FD ഇട്ടിട്ടുണ്ട്. ആ FDക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് 40,000 രൂപയിൽ കൂടുതലാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും TDS പോകുന്നുണ്ടായിരിക്കും. അത് നിങ്ങളോട് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യണം? ഈ ITR ഫയൽ ചെയ്യണം. ഈ 40,000 എന്ന് പറയുന്നത് സാധാരണ ഇൻഡിവിജ്വലിൻ്റെ കേസിലാണ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് 50,000-ന് മുകളിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ബാങ്കിൽ FDയിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് 40,000-ന് മുകളിൽ ഒരു തുക കിട്ടുന്നുണ്ടെങ്കിൽ, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000-ന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ITR ഫയൽ ചെയ്തിരിക്കണം. ഇത് ഒരിക്കലും ബാങ്ക് നിങ്ങളോട് പറയത്തില്ല. എന്താണ് നിങ്ങൾക്ക് ഇതുപോലെ TDS കട്ടാവുന്നുണ്ടെന്നൊന്നും ബാങ്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ അങ്ങനെ തരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ITR ഫയൽ ചെയ്താൽ എന്ത് ചെയ്യും? ഇത് റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് റിട്ടേൺ കിട്ടുന്നതിന് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളുടെ വരുമാന പരിധിയുടെ അനുസരിച്ച് ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാണ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. അതായത് സെൽഫായിട്ട് ടാക്സ് അസസ് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും നമുക്ക് സർക്കാരിലേക്ക് ടാക്സ് ആയിട്ട് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ടാക്സ് ആയിട്ട് അത് അടയ്ക്കുന്നു. അപ്പം ടാക്സ് എപ്പോഴും ജൂലൈ 31-ന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് എല്ലാം ഈ വഴികളിൽ ടാക്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതാണ് ജൂലൈ. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻകം ടാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇൻകം ടാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻകം ടാക്സ് പോകുന്നതെന്ന് മനസ്സിലായി. ഇനി ഇൻകം ടാക്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്? ITR ഫയലിംഗ്. ITR ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഫയലിംഗ്. അതായത് ITR എന്ന് പറഞ്ഞാൽ എന്താണ്? ITR റിട്ടേണിൻ്റെ ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടാക്സ് അടച്ചു, ആ അടച്ചതിൻ്റെ വിശദമായ ഒരു ഡീറ്റെയിൽസ് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്നതാണ് ഈ ITR എന്ന് പറയുന്നത്. അതായത് ITR എന്ന് പറയുമ്പം നമ്മൾ ആ വർഷത്തെ മുഴുവൻ വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസും സർക്കാരിലേക്ക് കൊടുക്കുന്നു. ടാക്സ് അടച്ചതും അതായത് വരുമാനം വന്ന ഡീറ്റെയിൽസും നമ്മൾ എത്ര ടാക്സ് ആയിട്ട് അടച്ചു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സർക്കാരിലേക്ക് നൽകുന്നതിനെയാണ് ITR എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് 6 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായി. അപ്പം അതിൽ നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ 15,000 ആണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ 10,000 നിങ്ങൾക്ക് TDS ആയിട്ട് പോയി. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ എന്താ TDS എന്ന്. അതായത് വരുമാനം നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ TDS ആയിട്ട് നമ്മുടെ ടാക്സ് പോയി. ഇനി നിങ്ങൾക്ക് 5,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? സെൽഫ് അസസ്മെൻറ്റ് വഴി ടാക്സ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് 5,000 രൂപ ടാക്സ് അടയ്ക്കണം. ജൂലൈ 31-ന് മുമ്പ് തന്നെ നിങ്ങൾ അടയ്ക്കണം. എന്നിട്ട് എല്ലാ വർഷവും ജൂലൈ 31-ന് മുമ്പ് തന്നെ ITR ഫയൽ ചെയ്യുകയും വേണം. ഈ വർഷം ITR ഫയലിങ്ങിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പോർട്ടലിൽ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവരിപ്പോൾ തീയതി നീട്ടിയത്. അപ്പോൾ എന്ന് വരെ ഉണ്ടെന്ന് വെച്ചാൽ സെപ്റ്റംബർ 15 വരെ. അപ്പം ഈ വർഷം ITR ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 15 ഫൈൻ ഇല്ലാതെ. ഇനി നമുക്ക് നോക്കേണ്ടത് ആരാണ് ITR ഫയൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ITR എന്താണെന്ന് നോക്കി. ITR എന്നാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ലാസ്റ്റ് ഡേറ്റും പറഞ്ഞു, ഈ വർഷത്തെ നീട്ടിയ കാര്യവും പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ആരാണ് ഫയൽ ചെയ്യേണ്ടത്. അതായത് വരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 60 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ, അതായത് 60 വയസ്സിന് താഴെയുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ
അവരുടെ വരുമാനം 2 ലക്ഷത്തിന് മേളിലാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ITR ഫയൽ ചെയ്തിരിക്കണം. 2 ലക്ഷത്തിന് മേളിലാണെങ്കിൽ. ഇനി 60 വയസ്സ് തൊട്ട് 79 വയസ്സ് വരെയുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് 3 ലക്ഷമാണ് അവരുടെ പരിധി. അവർക്ക് 3 ലക്ഷത്തിന് മേളിലാണെങ്കിൽ മാത്രം അവർ ITR ഫയൽ ചെയ്താൽ മതി. ഇനി സൂപ്പർ സീനിയർ, അതായത് 80 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അവർക്ക് 5 ലക്ഷമാണ് പരിധി. 5 ലക്ഷത്തിന് മുകളിലാണ് അവരുടെ വരുമാനം എന്നുണ്ടെങ്കിൽ അവർ ITR ഫയൽ ചെയ്താൽ മതി. ഇനി ഈ ഇത് വാർഷിക വരുമാനം നമ്മൾ പറഞ്ഞില്ലേ കണക്ക്. ഇനി ഇതിന് താഴെയാണെങ്കിലും, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആൾക്ക് 2 ലക്ഷത്തിന് താഴെ വരുമാനമെങ്കിലും ചില കേസിൽ എന്ത് ചെയ്യണം, ITR ഫയൽ ചെയ്തേ പറ്റൂ. അത് ഏതൊക്കെ കേസാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത് TDS പോകുന്ന ആൾക്കാർ, അതായത് സാലറി വാങ്ങിക്കുന്ന ആൾക്കാർ, അവർ TDS പോകുന്നില്ലേ, അതുകൊണ്ട് തന്നെ അവർ ITR ഫയൽ ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ വാടക വെച്ച് വരുമാനം കണ്ടെത്തുന്നവർ, ബാങ്ക് FD ഉള്ളവർ, പിന്നെന്താ ഫ്രീലാൻസായിട്ട് ജോബ് ചെയ്യുന്നവർ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നവർ, അതുപോലെ പെൻഷൻ വാങ്ങിക്കുന്നവർ, പിന്നെ അതുപോലെ തന്നെ NRIs, ഇവരൊക്കെ എന്ത് ചെയ്യണം, ITR ഫയൽ ചെയ്യണം. ഇവർക്ക് 2 ലക്ഷത്തിന് താഴെ വരുമാനമെങ്കിലും മറ്റേ സ്ലാബ് റേറ്റിനനുസരിച്ച്. കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ എന്തിന് അർഹതയുണ്ട്, നമ്മൾ അടച്ച ടാക്സ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാനുള്ള അർഹത ഇവർക്കൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ITR ഫയൽ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ എമൗണ്ടൊക്കെ ലോണായിട്ടൊക്കെ എടുക്കാൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യുന്നത് അതൊരു ഇൻകം പ്രൂഫായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത കൂട്ടും. അടുത്തെന്ന് പറഞ്ഞാൽ ചില വിദേശ രാജ്യത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്കും ഈ ITR ഫയൽ ചെയ്താൽ ഇൻകത്തിൻ്റെ ഇത് വെച്ചിട്ട് കുറച്ചുകൂടെ വിസ പ്രോസസ്സിങ്ങിനൊക്കെ എളുപ്പമാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു സത്യവാങ്മൂലം എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഈ ITR ഫയൽ ചെയ്യുന്നത് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് ITR ഫയൽ ചെയ്യുന്നത് കൊണ്ട് ഒരു സാധാരണക്കാർക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ITR എന്താണെന്ന് പറഞ്ഞില്ല, ITR എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി. ഇനി ITR ഫോം ചെയ്യുന്നത് എങ്ങനെ, അതായത് നമ്മൾ ഓരോ ഫോം ഉണ്ട് ITRന്, ആ ഫോമിലാണ് നമ്മൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നത്. അപ്പം ആ ഫോം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ഫോംസ് ഉണ്ട്. മെയിനായിട്ടും ITR 1, ITR 2, ITR 3, ITR 4 എന്നുള്ള 4 ഫോംസാണ്. അപ്പോൾ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിനും ഒക്കെ നമ്മൾ പെൻഷൻ കിട്ടുന്നവർക്ക് ഉപയോഗിക്കുന്ന ITR 1 ആണ്. ITR 2 എന്ന് പറയുന്നത് വാടക കൊടുത്ത് ഇൻകം കണ്ടെത്തുന്നവർക്ക്, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ ഉള്ളവർക്ക്. പിന്നെ ITR 3 എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ ചെയ്തവർ, ഫ്രീലാൻസേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അവർക്കൊക്കെ. ITR 4 എന്ന് പറഞ്ഞാൽ ചെറിയ ബിസിനസ്, അതായത് 2 കോടിക്ക് അകത്ത് വരുമാനമുള്ള ചെറിയ ബിസിനസ്സസ്. പിന്നെ നോക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ്, അതായത് ഡ്യൂ ഡേറ്റ്. ഈ വർഷത്തെ ഡ്യൂ ഡേറ്റ് നീട്ടിയെന്ന് ഞാൻ പറഞ്ഞു, അതായത് ജൂലൈ 31 ആണ് എല്ലാ വർഷവും ITR ഫയൽ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം ITR ഫയൽ ചെയ്യേണ്ട തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടി. പക്ഷേ അത് എല്ലാവർക്കും ബാധകമാണോ എന്ന് നമുക്ക് നോക്കാം. അതായത് ആർക്കൊക്കെയാണ് തീയതി നീട്ടിയത് ബാധകമാവുന്നത്? സാലറീഡ് എംപ്ലോയീസ്, പെൻഷൻ വാങ്ങിക്കുന്നവർക്ക്, പിന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക്, പിന്നെ ചെറിയ ബിസിനസ്, അതായത് ഓഡിറ്റ് ആവശ്യമില്ലാത്ത ചെറിയ ബിസിനസ്, പിന്നെ ITR 1, ITR 4 ഉപയോഗിക്കുന്നവർക്ക്, ഇവർക്കൊക്കെയാണ് തീയതി നീട്ടിയത് ബാധകം ആവുന്നത്. ഇനി ബാധകമല്ല, ജൂലൈ 31 തന്നെ ITR ഫയൽ ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പം ആർക്കൊക്കെയാണ് ബാധകം അല്ലാത്തതെന്ന് വെച്ചാൽ ITR 2, ITR 3 ഫോം ഫിൽ ചെയ്യുന്നവർ, അതുപോലെ തന്നെ വലിയ ബിസിനസ്, അതിൽ ഓഡിറ്റ് ആവശ്യമുള്ള ബിസിനസ്സുകാർക്ക്, അതുപോലെ കമ്പനീസ്, LLPs, പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ് ബാധകമായ കേസ്. അപ്പം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇത്രയും പേർക്കാണ് ജൂലൈ 31 തന്നെ ITR ഫയൽ ചെയ്യേണ്ടത്. ഇനി ITR ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ITR ഡ്യൂ ഡേറ്റ് ആയ സെപ്റ്റംബർ 15, ഈ വർഷത്തെ കാര്യം പറയുന്നത്, സെപ്റ്റംബർ 15 മുമ്പ് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷത്തിന് താഴെ വരുമാനം ഉള്ളവരാണെങ്കിൽ 1000 രൂപ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇനി 5 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 5000 രൂപയായിരിക്കും പെനാൽറ്റി ആയിട്ട് വരുന്നത്. അങ്ങനെ ഈ പെനാൽറ്റിയോടെ നമുക്ക് ഡിസംബർ 31 നമ്മൾ ITR ഫയൽ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻകം ടാക്സിനെ പറ്റിയും ITRനെ പറ്റിയും ഒരു ചെറിയ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക് യു.